ഹായ്, നമുക്കിന്നൊരു മീൻ കറി ഉണ്ടാക്കിയത്. ആദ്യം ഞാൻ മേടിച്ച മീനെല്ലാം കൂടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടാക്കാൻ വെക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് മസാല കൂട്ട് തയ്യാറാക്കാം. അതിനൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു 3 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ അതിനകത്തോട്ട് ഇടുന്നത് ഒരു 2.5 സ്പൂൺ ഫിഷ് മസാല, പിന്നെ അതിനകത്തോട്ട് കുറച്ച് കായപ്പൊടിക്ക് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് കറിവേപ്പില അതിങ്ങനെ കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി ഇടും. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമേ കുറച്ച് പുളിയെടുത്ത് ഒരു 3-4 കഷ്ണം പുളിയെടുത്ത് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് 1/2 മണിക്കൂർ വെച്ചിരുന്നു. ആ വെള്ളം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഈ സാധനം മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നല്ലോണം നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഒരു ഉണ്ട പരുവാക്കി എടുക്കണം. പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ എണ്ണ ചൂടായി കാണും. അതിലേക്ക് കടുകും കുറച്ച് ഉലുവയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ കടുകും ഉലുവയും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഒരു 2-3 കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ചധികം വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കാന്ന് പറയുമ്പോഴത്തേക്ക് നല്ലോണം ബ്രൗൺ കളറാവണം. അതിന് മുന്നേ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. ആ കറിവേപ്പിലയും കൂടെ ഇടുമ്പോൾ ഒരു ഫ്ലേവർ നല്ലോണം ഇറങ്ങും. എന്നിട്ട് അത് നല്ലോണം ഈ ഒരു ബ്രൗൺ കളറാവുന്ന വരെ നല്ലോണം വഴറ്റിയെടുത്തിട്ട് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ മുളക് പൊടി, ആ പൊടി ഐറ്റംസ് എല്ലാം കൂടെ ഉണ്ടാക്കി വെച്ച സാധനം എടുത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് പിന്നെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചതിൻ്റെ ബാക്കി പുളിവെള്ളം കൂടെ നല്ലോണം ഒഴിച്ചു കൊടുക്കണം. ആ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് ഞങ്ങൾ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ആ വെള്ളമോട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീൻ നല്ലോണം അതിനകത്ത് ആക്കിയിട്ട് ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മീൻകറി റെഡിയായി. ബായ്.